ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഒലി ഫുഡ് കോർട്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അറേബ്യൻ സ്വീറ്റായ ഹലാവയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അറബിക് സ്വീറ്റ്സ് ആയ ഹലാവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നിറയില്ല കുറച്ച് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അതേ അളവിലുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതേ അളവിൽ തന്നെ തഹിനി സോസ് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഈ തഹിനി സോസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാവുന്നതാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാനിവിടെ മുമ്പുണ്ടാക്കി വെച്ചിരുന്ന തഹിനി സോസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ഡഫ് പോലെ ആക്കിയെടുക്കണം. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ തഹിനി സോസ് ആകുന്ന വരെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ തഹിനി സോസിൽ ഉപ്പിട്ടിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത് നമുക്ക് നല്ലവണ്ണം സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു അളവിൽ തന്നെ മതിയാകും. ഈ പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ പഞ്ചസാര നല്ല ഫൈനായിട്ട് തന്നെ പൊടിയണം. എല്ലാന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത്. നല്ല ടൈം എടുത്തിട്ട് തന്നെ നല്ല ഇതിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്തയാണ്. ഇത് നിങ്ങൾക്ക് പൊടിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേശ്ശായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സെറ്റ് ആകുന്ന സമയത്ത് ഇങ്ങനെ മുകളിൽ ലെയർ ആക്കിയിട്ടും ചെയ്യാം. ഞാനിവിടെ ലെയർ ആക്കിയിട്ടാണ് വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്ന പരുവാണ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് നല്ലവണ്ണം ഒരു കട്ട് ചെയ്തെടുക്കുന്ന പോലെ നിങ്ങൾക്ക് നല്ലവണ്ണം നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിൽ നിങ്ങൾക്ക് കുഴച്ചെടുക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്തെടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ തഹിനി സോസിനെ കുറച്ചും കൂടെ ആഡ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഇത് സ്പ്രെഡ് ചെയ്യുന്നൊരു പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. അതായത് ചപ്പാത്തിയിലേക്കും ബ്രെഡിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നൊരു പരുവത്തിലാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാൻ ഈ ഒരു ഹലാവയുടെ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ഒരു ഹലാവയുടെ ഒരു പാത്രം ഉണ്ടായിരുന്നു ഇവിടെ. അതിൽ തന്നെയാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഹലാവ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരു സ്പൂൺ വെച്ചിട്ട് വേണം സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സ്പൂൺ വെച്ചിട്ട് എല്ലാ വശവും ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പിസ്ത കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യും. നിങ്ങൾക്ക് പൊടിച്ചും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ലെയർ ഇടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് ഞാൻ ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എനിക്കിത് ഒരുപാട് പണിയുണ്ട്. ഒരു പണിയുമില്ല. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണ്. ഇനി ഇതും അതുപോലെ ഞാൻ ലെവൽ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലും അതുപോലെ നമുക്ക് പിസ്താസ് വെച്ചിട്ട്
സൈഡിൽ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അവസാനത്തെ ലെയറും കൂടെ ഞാൻ ഇതുപോലെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പിസ്താസ് ഇട്ടിട്ട് റെഡിയാക്കി വെക്കാം. ഇതിൻ്റെ മുകളിലും നമുക്ക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അറബിക് സ്വീറ്റായ ഹലാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നിങ്ങൾക്ക് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്യണം. ഒരു റാപ്പർ വെച്ചിട്ട് മുകളിൽ കവർ ചെയ്ത് എടുത്താലും മതി. ഞാനിത് ഇതേപോലെ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് വെക്കാം. ഓവർനൈറ്റാണ് വെക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹലാവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഞാനിത് സ്പ്രെഡ് ചെയ്ത ആണ് ചെയ്യാറുള്ളത് സാധാരണ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ സ്വീറ്റായി കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അതല്ല ബ്രെഡിലും അതേപോലെ പത്തിരി ചപ്പാത്തിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇങ്ങനെ കഴിച്ചാലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.